രക്ഷപ്പെടുത്തി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. 18 പേർ രക്ഷപ്പെട്ടിരിക്കുന്നു. ആശ്വാസകരമായ കാര്യം 18 പേർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ആ കപ്പലിൽ കത്തുന്നത് അപകടകരമായ വസ്തുവാണ് എന്നുള്ളതാണ്. അതുണ്ടാക്കാവുന്ന ദോഷങ്ങൾ എന്ത് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. 4 പേരെ കാണാനില്ല എന്ന റിപ്പോർട്ടുമുണ്ട്. 18 പേർ രക്ഷപ്പെട്ടിരിക്കുന്നു, 4 പേരെ കാണാനില്ല. ഈ 18 പേരിൽ 5 പേർക്കാണ് പൊള്ളലേറ്റത് എന്ന് വേണം മനസ്സിലാക്കാൻ. 5 പേർക്ക് സാരമായി പൊള്ളലേറ്റു എന്നുള്ള വിവരം. അവർക്ക് ചികിത്സ ഉടനെ ലഭ്യമാക്കുക എന്നുള്ള ശ്രമങ്ങളാണ്. ഇപ്പോൾ 3 കപ്പലുകൾ പുറപ്പെട്ടിരിക്കുന്നു. 4ാമത്തെ കപ്പലിനോട് പുറപ്പെടാൻ പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ അതിനു മുമ്പ് തന്നെ പോയിട്ടുണ്ട്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും. സജോ, ഇപ്പോൾ 18 പേർ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരെ ഈ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിലേക്ക് മാറ്റി എന്നർത്ഥമുണ്ടോ? സ്മൃതി, 22 നാവികരിൽ 18 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് കൊച്ചി പ്രതിരോധ വക്താവ് ഔദ്യോഗികമായി അറിയിക്കുന്നത്. പരിക്കുള്ളവർ ഉൾപ്പെടെ ഉണ്ടാകും എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ജമ്പ് ചെയ്ത് ബോട്ടിൽ കയറി അവരെ കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും വെസലുകളും സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇപ്പോൾ സുരക്ഷിതമായി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. ഇനിയിപ്പോൾ എങ്ങോട്ടേക്ക് കൊണ്ടുപോകണം എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഒപ്പം നേരത്തെ ഡൽഹിയിൽ നിന്നടക്കം വന്ന റിപ്പോർട്ടുകളിൽ 4 പേർക്ക് പരിക്കേറ്റു എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഏതായാലും ജമ്പ് ചെയ്ത ആളുകളെ ഇപ്പോൾ സുരക്ഷിതമായി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡും നേവി അസറ്റ്സും അവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും വെസലുകൾ സംഭവ സ്ഥലത്തുണ്ടൊപ്പം ഡോണിയർ എയർക്രാഫ്റ്റും ഉണ്ട്. അവരെ സുരക്ഷിതമായി അവർ സുരക്ഷിതരാണ് എന്ന് അറിയിക്കുന്നുണ്ട് പ്രതിരോധ വക്താവ്. ഈ ഘട്ടത്തിൽ കടലിലേക്ക് ചാടിയ 18 പേർ അവരെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ കടലിൽ നിന്നും അവരെ ഈ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിലേക്ക് മാറ്റിയിരിക്കുന്നു. അതിലാണ് 5 പേർക്ക് പൊള്ളലേറ്റതായി നമുക്ക് വിവരം ലഭിക്കുന്നത്. അങ്ങനെയാണോ? സ്മൃതി, ഈ ഘട്ടത്തിൽ നമുക്ക് അങ്ങനെയാണ് അനുമാനിക്കാൻ കഴിയുക. നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്ന്, അതായത് തീപിടുത്തം ഉണ്ടായതോടുകൂടി പൊട്ടിത്തെറി ഉണ്ടാവുകയാണ് ചെയ്തത്. പിന്നാലെ അത് വലിയ തീയായി പടരുന്നു, പുകച്ചുരുളായി ഉയരുന്നു. ആ ഘട്ടത്തിൽ കപ്പൽ ഉപേക്ഷിച്ച് അതിൽ ക്യാപ്റ്റനും മറ്റ് 2 ജീവനക്കാരും അടക്കമുള്ള സാധാരണഗതിയിൽ തുടരുന്ന പ്രോട്ടോകോൾ തന്നെയാണ്. 18 പേരും കടലിലേക്ക് ചാടുകയാണ് ചെയ്തത്. അവരെ കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും സംവിധാനങ്ങൾ ഉപയോഗിച്ച് സുരക്ഷിതരായി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ നേവിയുടെയും വെസലുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഔദ്യോഗികമായി പ്രതിരോധ വക്താവ് അറിയിക്കുന്നത്. ആ കാര്യത്തിൽ ആശ്വാസമുണ്ട്. അതേസമയം ഈ അപകടകരമായ വസ്തുക്കൾ ഉൾപ്പെട്ട കണ്ടെയ്നറാണ്, അതുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ലഭിക്കാനുണ്ട്. ആ കാര്യങ്ങളിലാണ് ഇനിയിപ്പോൾ ആശങ്കയും അവ്യക്തതയും നിൽക്കുന്നത്. ഒപ്പം അവശേഷിക്കുന്ന മറ്റ് ആളുകളുടെ കാര്യത്തിലും, അതായത് മറ്റ് 4 പേരുടെ കാര്യത്തിൽ എന്താണെന്നുള്ള വ്യക്തത കൂടിയും എത്തിച്ചേരാനുണ്ട്. ശരി, 18 പേർ കടലിൽ ചാടിയ 18 പേരെ കോസ്റ്റ് ഗാർഡും നേവിയും ചേർന്ന് രക്ഷപ്പെടുത്തി എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. 4 പേരെ കാണാനില്ല എന്നുള്ള വിവരമുണ്ട്. 5 പേർക്ക് പൊള്ളലേറ്റിരിക്കുന്നു. അവർക്കുള്ള ചികിത്സയാണ് ഇനി അടുത്ത കാര്യം. അതോടൊപ്പം ഈ കണ്ടെയ്നറുകളിലെല്ലാം അപകടകരമായ വസ്തുക്കളാണ് എന്നുള്ള വിവരം. എത്ര കണ്ടെയ്നറുകളിൽ, അതോ മുഴുവൻ കണ്ടെയ്നറുകളും ആ രൂപത്തിലുള്ളതാണോ എന്നടക്കം അറിയേണ്ടതുണ്ട്. നിലവിൽ 3 കപ്പലുകൾ രക്ഷാദൌത്യത്തിനായി പോയിട്ടുണ്ട്. ഡോണിയർ വിമാനവുമുണ്ട്. വിമാനം പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിമാനത്തിൽ നിന്ന് പകർത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിനീതയിലേക്ക് കൂടി. വിനീത, ഇപ്പോൾ രക്ഷാദൌത്യത്തിന് നിലവിൽ 3 കപ്പലുകൾ, 4ാമത്തത് വേണമെങ്കിൽ പുറപ്പെടാമെന്ന അവസ്ഥയിൽ നിൽക്കുന്നു. അതിനു മുമ്പ് തന്നെ കോസ്റ്റ് ഗാർഡും നേവിയുടെയും കപ്പൽ ബേപ്പൂരിൽ നിന്ന് പോവുകയും ചെയ്തിരുന്നു. അവരാണിപ്പോൾ പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ രക്ഷപ്പെടുത്തി വെച്ചിരിക്കുന്ന കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിൽ നിന്നായിരിക്കും ഇവരെ എയർലിഫ്റ്റ് ചെയ്യുക എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണോ ഇനിയുള്ള കാര്യങ്ങൾ? അത് തന്നെയാണ് സ്മൃതി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ 3 കപ്പലുകൾ രാജ്ദൂതും അർണവേഷും സജീദും അങ്ങോട്ട് വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. അതായത് കൂടുതൽ സഹായങ്ങൾ വേണ്ടതുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ്. പക്ഷേ നിലവിൽ അവിടെ എത്തിയിട്ടുള്ള കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും കപ്പലുകളിൽ രക്ഷിക്കാനായിട്ടുണ്ട്. ഇവരെ അങ്ങോട്ടേക്ക് കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിലേക്ക് മാറ്റാനായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് വരുന്നത്. ഇവിടെ നിന്ന് ഡോണിയർ വിമാനത്തിൽ എയർലിഫ്റ്റ് ചെയ്യും എന്നുകൂടി അറിയാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ അത് എങ്ങോട്ടാണ് എന്നാണ് അറിയേണ്ടത്. കോഴിക്കോടും എറണാകുളത്തും അതിനുള്ള സജ്ജീകരണങ്ങൾ, ചികിത്സ നൽകാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ 5 പേർക്ക് പൊള്ളലേറ്റു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഗുരുതരമാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഇതിൽ അപകടകരമായ
അപകടകരമായ വസ്തുക്കൾ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് തീ പടരാൻ സാധ്യതയുള്ള ക്ലാസ് 3 വസ്തുക്കൾ ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ഈ കണ്ടെയ്നറുകൾ, തീ പിടിക്കാത്ത കണ്ടെയ്നറുകൾ മാറ്റുക എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. കൊച്ചി തീരത്തുണ്ടായത് ഇതിൽ കണ്ടെയ്നറുകൾ കൂടുതൽ കടലിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം, കപ്പൽ മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയ ആശങ്കയുണ്ടാക്കി. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കൂടി നടത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. INS സൂറത്തും ഉടൻ അപകട സ്ഥലത്തേക്ക് എത്തും എന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് നേവി നൽകുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് ഡിഫൻസ് PRO അല്പം മുൻപ് നമ്മളോട് പറഞ്ഞു. അതായത് രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. ഇവരെ ഇനി പൂർണ്ണമായും മാറ്റിയ ശേഷമായിരിക്കും ഈ വസ്തുക്കൾ, ഈ കണ്ടെയ്നറുകളുടെ വസ്തുക്കൾ എത്രത്തോളം അപകടകരമാണ് എന്നുള്ളത്. ഈ കണ്ടെയ്നറുകളുടെ പുറത്ത് ഒരു ചിഹ്നമിടും. ആ ചിഹ്നത്തിന്റെ നിറം നോക്കിയാണ് അതിന്റെ അപകടവും അതിന്റെ സ്വഭാവവും വ്യക്തമാവുക. ഈ കത്തുപിടിക്കുന്ന, പൊട്ടിത്തെറിക്കുന്ന സ്വഭാവത്തിലുള്ള കണ്ടെയ്നറുകളുടെ പുറത്തൊരു മഞ്ഞ എംബ്ലമാണ് ഉള്ളത്. അല്ലാതെ കത്തുപിടിക്കുന്ന സാധനങ്ങൾക്ക് ചുവപ്പ് എംബ്ലമാണുള്ളത്. അല്ലാതെ വെള്ളത്തിൽ വീണാൽ, നനഞ്ഞാൽ അപകടകരമായ വസ്തുക്കൾക്ക് നീല നിറത്തിലുള്ളതാണുള്ളത്. അങ്ങനെയുള്ള അപകടത്തിൽപ്പെട്ട 4.1 കാറ്റഗറിയിലെ കാർഗോയാണ്, 4.3 കാറ്റഗറിയിലെ കാർഗോയാണ് ഇതിലുള്ളത് എന്നുള്ള കാര്യം തോന്നുന്നു. എന്താണ് നമുക്ക് അത് ആ തരത്തിൽ മനസ്സിലാക്കാനാകുന്നുണ്ടോ ഏത് തരത്തിലുള്ള എംബ്ലമാണ് എന്ന്? സ്മൃതി, നിലവിൽ അതിൽ മനസ്സിലാക്കുന്നത് ക്ലാസ് 4.1, ക്ലാസ് 4.2 വസ്തുക്കൾ അതിലുണ്ട്. അതായത് ഫ്ലെയിമബിൾ സോളിഡ്സ്, തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ കടലിലുണ്ട്. ഒപ്പം സ്പോണ്ടേനിയസ്ലി കമ്പോസ്റ്റബിൾ സബ്സ്റ്റൻസസ്, ഏറ്റവും പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ കൂടി ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വസ്തുക്കൾ വെള്ളത്തിൽ വീണാൽ തീപിടിക്കാൻ, അതായത് പൊട്ടിത്തെറിയും തീപിടുത്തവും ഉണ്ടാകാൻ സാധ്യതയുള്ള വസ്തുക്കൾ കൂടിയുണ്ട് എന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത്. പ്രൈമറി ഡെക്കിന്റെ അടിഭാഗത്തായിട്ടാണ് ഇത്തരത്തിൽ അപായകരമാവുന്ന 4 തരം വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. തീ പിടിക്കാവുന്ന അപകടകരമായ വസ്തുക്കളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തീ പടർന്നിട്ടുണ്ടാവുക. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്തതും അതുകൊണ്ട് തന്നെയാവണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതിൽ 5 ജീവനക്കാർക്ക് പരിക്ക് പറ്റി എന്നുള്ള വിവരം വരുന്നു. ഡെക്കിൽ ഉഗ്രസ്ഫോടനം ഉണ്ടായി എന്നാണ് പറയുന്നത്. 10 മണിയോടെയാണ് ഇത്തരത്തിൽ തീ പടർന്നതായി അറിയുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ കോസ്റ്റ് ഗാർഡിന് വിവരം അറിയിച്ചിരിക്കുന്നത് 1 മാർവൽ എന്നുള്ള കപ്പലാണ് എന്നുകൂടി വിവരം ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ വിവരം ലഭിച്ച ഉടനെ തന്നെ കോസ്റ്റ് ഗാർഡ് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. പ്രൈമറി ഡെക്കിന്റെ അടിഭാഗത്താണ് തീ പടർന്നിരിക്കുന്നതെന്ന് കണ്ടെത്തി. ഇതിൽ 18 പേർ കടലിലേക്ക് ചാടുകയും അവരെ രക്ഷിക്കുകയും ചെയ്തു എന്നുള്ള ഏറ്റവും ആശ്വാസകരമായ വിവരം കൂടിയാണ് വരുന്നത്. ക്ലാസ് 3 എന്ന് പറയുന്നത് തീ പിടിച്ചാൽ കത്തുന്ന തരം ദ്രാവകങ്ങൾ എന്നതാണ്. ക്ലാസ് 4.2 എന്ന് പറയുന്നത് വായുസ്പർശം ഉണ്ടാകാൻ കത്തുന്നത് എന്നുള്ളതാണ്. ശ്വസിച്ചാലോ സ്പർശിച്ചാലോ അപകടകരമാകുന്ന തരം വസ്തുക്കൾ, അതാണ് 6.1. നനഞ്ഞാൽ അപകടമുണ്ടാകാം, ശ്വസിച്ചാൽ അപകടമുണ്ടാകാം എന്നുള്ള തരത്തിലുള്ള വസ്തുക്കൾ. അതായത് ഒരുപക്ഷെ കപ്പലിലെ ഇന്ധനം ഉൾപ്പെടെ ആയിരിക്കാം ഇതിൽ ഉദ്ദേശിക്കുന്നത്.